വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു നിമിഷം നിശ്ചലമായി പോകും. ഹൃദയം ഒന്ന് പിടയും, കണ്ണുകൾ നിറഞ്ഞേക്കും. കാരണം ഇത് വെറും ജ്യോതിഷ പ്രവചനം മാത്രമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. മിഥുനം രാശിയിൽ ജനിച്ച നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ഓരോ വേദനയ്ക്കും, ഓരോ കണ്ണീരിനും, ഓരോ നിരാശയ്ക്കും ഒരു ഉത്തരം ഇന്ന് ആകാശം നൽകാൻ പോകുന്നു. ഗ്രഹങ്ങൾ ഇന്ന് നിങ്ങൾക്കായി ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ കഥ കേൾക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണും. ആകാശത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാമോ? 150 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു ഗ്രഹസംയോഗം ഉണ്ടാകാൻ പോകുന്നു. ഈ സംയോഗം മിഥുനം രാശിക്കാരുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. ഇത് ഞാൻ ഊഹിച്ചു പറയുന്നതല്ല. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അപൂർവ ശക്തിയാണ്. ഈ ശക്തി ഇപ്പോൾ, ഈ നിമിഷം നിങ്ങൾക്കായി ഒഴുകിവരുന്നു. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഈ ശക്തിയെ സ്വീകരിക്കാൻ തയ്യാറാണോ? മിഥുനം രാശിയിൽ ജനിച്ചവർ ഒരു കാര്യം ഓർക്കണം. ഈ രാശി ബുധഗ്രഹത്തിന്റെ ആധിപത്യത്തിലാണ്. ബുധൻ ബുദ്ധിയുടെ ദേവൻ, സംസാരത്തിന്റെ ദേവൻ, ചിന്തയുടെ ദേവൻ. മിഥുനം രാശിക്കാർ സ്വഭാവത്തിൽ വളരെ ബുദ്ധിശാലികളാണ്. ചുറ്റുപാടും ഉള്ള കാര്യങ്ങൾ വേഗം മനസ്സിലാക്കും. ഏതു സാഹചര്യത്തോടും പൊരുത്തപ്പെടും. പക്ഷേ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഒരു ചോദ്യം മനസ്സിൽ ഉണ്ടാകും. ഇത്ര കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല എന്ന്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ഗ്രഹങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ ആകാശത്ത് ഗുരു ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുകയാണ്. ഗുരു ജ്ഞാനത്തിന്റെ ഗ്രഹം, ഭാഗ്യത്തിന്റെ ഗ്രഹം, വളർച്ചയുടെ ഗ്രഹം. ഗുരുവിന്റെ ദൃഷ്ടി ഒരു രാശിയിൽ പതിക്കുമ്പോൾ ആ രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ആ ദൃഷ്ടി മിഥുനം രാശിയിൽ പതിക്കാൻ തുടങ്ങുകയാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന ഒരു ഗ്രഹചലനമാണ്. ഗുരുപെയർച്ചി എന്ന് ജ്യോതിഷത്തിൽ പറയുന്ന ഈ ഘട്ടം നിങ്ങളുടെ ഭാഗ്യം തുറക്കുന്ന ഒരു സ്വർണ്ണ നിമിഷമാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. ശനി ഗ്രഹം ഇപ്പോൾ ഒരു സ്ഥാനത്ത് നിൽക്കുന്നു. ശനി കർമ്മഗ്രഹമാണ്. ശനി ന്യായത്തിന്റെ ദേവനാണ്. ശനി ഒരിക്കലും നിങ്ങൾ ചെയ്ത കർമ്മത്തെ മറക്കില്ല. നല്ല കർമ്മം ചെയ്തവർക്ക് നല്ല ഫലം, ചതിയും കള്ളത്തരവും ചെയ്തവർക്ക് ആ ഫലം. ഇത് ശനിയുടെ നീതി. ഇപ്പോൾ ശനി മിഥുനം രാശിക്കാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നീ ജീവിതത്തിൽ ശരിയായ വഴിയിൽ നടന്നോ? നീ കഷ്ടപ്പെട്ടോ? നീ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചോ? അങ്ങനെ ഉള്ളവർക്ക് ഈ ഘട്ടം ഒരു വലിയ സമ്മാനം കൊണ്ടുവരും. ആ സമ്മാനം എന്താണ് എന്ന് ഞാൻ കൊഞ്ഞു പറഞ്ഞു തരാം. രാഹുവും കേതുവും ഇപ്പോൾ ഒരു പ്രത്യേക ഭ്രമണപഥത്തിലാണ്. ഈ ഗ്രഹങ്ങൾ നിഴൽ ഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇവ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇവയുടെ സ്വാധീനം ജീവിതത്തിൽ ആഴത്തിൽ അനുഭവിക്കാം. രാഹു ആഗ്രഹങ്ങളുടെ ഗ്രഹം, കേതു ആത്മജ്ഞാനത്തിന്റെ ഗ്രഹം. ഇവ ഒരു നിശ്ചിത സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു കലക്കം ഉണ്ടാകും. ചിലർക്ക് പെട്ടെന്ന് ഒരു അടിച്ചുപൊളി ഭാഗ്യം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ മിഥുനം രാശിക്കാർ ഏതു വശത്ത് ആകും? ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരൽപ്പം ക്ഷമ കാണിക്കണം. ഞാൻ ഒന്നൊന്നായി പറഞ്ഞു തരാം. ഗ്രഹദിശ എന്ന ഒരു സങ്കല്പം ജ്യോതിഷത്തിൽ ഉണ്ട്. ഒരു ഗ്രഹം ഒരു ദിശ ബലം തരുമ്പോൾ ആ ദിശ ആ വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായും നിയന്ത്രിക്കും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ മിഥുനം രാശിക്കാർക്ക് ഒരു ഗ്രഹദിശ ആരംഭിക്കാൻ പോകുകയാണ്. ഈ ദിശ വരുമ്പോൾ ജീവിതത്തിൽ ഉള്ള ഇരുട്ട് മാറും. ഒരു പുതിയ വെളിച്ചം ജ്വലിക്കും. ഇനി ഒന്നും ഉണ്ടാകില്ല എന്ന് തോന്നിയ നിമിഷത്തിൽ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കും. ഇത് ജ്യോതിഷം ഉറപ്പു നൽകുന്ന ഒരു സത്യമാണ്. ഇനി നമുക്ക് ഒരു കാര്യം നേർക്കുനേർ സംസാരിക്കാം. ഈ അടുത്ത കാലത്ത് മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു, ചിലർക്ക് ബന്ധം തകർന്നു, ചിലർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ചിലർ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു, ചിലർ ആർക്കും പറയാൻ ആകാത്ത ഒരു വേദന ഉള്ളിൽ ചുമന്നു നടന്നു. ആ നിങ്ങളോടാണ് ഞാൻ ഇന്ന് ഈ വാക്കുകൾ പറയുന്നത്. ആ ദിവസങ്ങൾ കഴിഞ്ഞു. ആ കഷ്ടം മതി. ഇനി ഗ്രഹങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്. ഇനി ഈ ഞെട്ടൽ നോക്കൂ. അടുത്ത 15 ദിവസങ്ങൾക്ക് ഉള്ളിൽ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാകും. ഇത്രകാലം ഒഴിഞ്ഞു നിന്ന ഒരു ഭാഗ്യം ഒടുക്കം വരും. ഇത്രകാലം തടഞ്ഞു നിന്ന ഒരു വഴി ഒടുക്കം തുറക്കും. ഇത്രകാലം ഉള്ളിൽ കൊണ്ടുനടന്ന ഒരു ആഗ്രഹം ഒടുക്കം നിറവേറും. ഇത് 100% നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു വർഷത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിഞ്ഞുനോട്ടം ആയിരുന്നു എന്ന് മനസ്സിലാകും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഗ്രഹസഞ്ചാരം മിഥുനം രാശിക്കാർക്ക് ഒരു പ്രത്യേക സന്ദേശം കൊണ്ടുവരുന്നുണ്ട്. ആ സന്ദേശം ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഗ്രഹങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഈ ഘട്ടം ഒരു പരീക്ഷണ കാലം ആയിരുന്നു. ആ പരീക്ഷണം ഇനി അവസാനിക്കുകയാണ്. ഇനി ഫലം ലഭിക്കുന്ന കാലം തുടങ്ങുകയാണ്. കഠിനമായ ആ ദിവസങ്ങൾ ഒരു കാരണം ഉണ്ടായിട്ടാണ് വന്നത്. ആ കാരണം ഇപ്പോൾ ഫലമായി മാറുകയാണ്. ഇനി തൊഴിൽ കാര്യങ്ങൾ നോക്കാം. ഈ ഘട്ടത്തിൽ ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇത്രനാളും ഒരു ഉദ്യോഗക്കയറ്റം ലഭിക്കാതെ കാത്തുനിന്നവർക്ക് ഈ ഞെട്ടൽ ദിവസം കൊണ്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കും. ഇത്രനാളും ഒഴിവ് ആകാതിരുന്ന ആ ഉദ്യോഗം ഇനി ഒഴിയും.
ആ ഒഴിവ് നിങ്ങൾക്ക് ആണ്. മേലധികാരി ഇത്രനാളും ശ്രദ്ധിക്കാതിരുന്നത് ഇനി ശ്രദ്ധിക്കും. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം ഇനി കണ്ടിരിക്കും. ജ്ഞാനത്തിന്റെ ഗ്രഹമായ ഗുരുവിന്റെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ ദശഭാഗ്യസ്ഥാനത്ത് പതിക്കുകയാണ്. ദശഭാഗ്യസ്ഥാനം ആക്റ്റീവ് ആകുമ്പോൾ ജോലി സ്ഥലത്ത് ഒരു പ്രകാശം ഉണ്ടാകും. ആ പ്രകാശം ഇനി കണ്ണഞ്ചിക്കുന്ന ഒരു ഉദ്യോഗ ഉന്നതിയായി മാറും. ബിസിനസ് ചെയ്യുന്ന മിഥുനം രാശിക്കാർ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകും. ഒരു പുതിയ ബന്ധം ഉണ്ടാകും. ഒരു പുതിയ ഡീൽ ഉണ്ടാകും. ഒരു പുതിയ കരാർ ഉണ്ടാകും. ഇത്രനാളും ഉറങ്ങിക്കിടന്ന ഒരു ബിസിനസ് ഇനി ഉണർന്ന് ഓടും. ഇത്രനാളും ചർച്ചയിൽ മാത്രം ഒതുങ്ങിയ ഒരു ഒത്തുതീർപ്പ് ഇനി ഒരു ഒപ്പ് ആകും. ഗ്രഹദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിൽ പതിക്കുകയാണ്. 7ാം ഭാവം ബിസിനസ് ബന്ധങ്ങളുടെ ഭാവം. ഈ ഭാവം ശക്തിപ്പെടുമ്പോൾ ബിസിനസ് ഒരു പുതിയ ഉയർച്ചയിലേക്ക് ചാടും. ഈ ഉയർച്ചയ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യം ഇപ്പോൾ തന്നെ നിശ്ചയിക്കൂ. പളം. ഈ വാക്ക് കേൾക്കുമ്പോൾ മിഥുനം രാശിക്കാരുടെ ഹൃദയം ഒന്ന് ഉലയും. കാരണം ഈ ഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി. കടം വന്നു. ചെലവ് കൂടി. ചിലർ വലിയ ഒരു ആർത്തി ബുദ്ധിമുട്ടിൽ ഇപ്പോഴും ഉണ്ട്. ചിലർ ചെറിയ ഒരു ആശ്വാസം കൊണ്ടാൽ മതിയെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ ആഗ്രഹം ഒരു ഉത്തരം ആകാൻ പോകുകയാണ്. ഗ്രഹദൃഷ്ടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ധനഭാഗ്യസ്ഥാനത്ത് ഇരിക്കുന്ന ഗ്രഹത്തെ ഉണർത്തുകയാണ്. ഈ ഉണർവ് ഒരു ആശ്ചര്യകരമായ ധനലാഭം ആകും. ഇത്രനാളും ഒഴുകിപ്പോയ പണം ഇനി ഒഴുകിവരും. ഇത്രനാളും ചെലവ് ആയ ദിശ ഇനി വരുമാനം ആകും. ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ചോദ്യം. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓഫർ കൊണ്ടുവന്നോ? ആരെങ്കിലും ഒരു നിക്ഷേപ ആവശ്യം ആയി നിങ്ങളോട് സംസാരിച്ചോ? ആരെങ്കിലും ഒരു ഭൂമി ഇടപാടിൽ നിങ്ങളെ ക്ഷണിച്ചോ? ഇങ്ങനെയുള്ള ഒരു കാര്യം നടന്നോ? എങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു ജ്യോതിഷ ഉപദേഷ്ടാവിനോട് ആലോചിക്കൂ. ഒരു ബഹുജന ഒടുക്കം ഒരു വലിയ ലാഭം ആകാം. പക്ഷേ ഒരു ബഹുജന ഒരു ചതിയാകാം. ഈ ഘട്ടത്തിൽ ബുദ്ധി ഉപയോഗിക്കൂ. ഗ്രഹങ്ങൾ ഭാഗ്യം തരുന്നു. ബുദ്ധി ഉള്ളവർ ആ ഭാഗ്യം ശരിയായ ദിശയിൽ ഉപയോഗിക്കും. പ്രണയം. ഈ വാക്ക് കേൾക്കുമ്പോൾ മിഥുനം രാശിക്കാരുടെ മനസ്സിൽ ഒരു നൊമ്പരം ഉണ്ടാകും. കാരണം ഈ ഘട്ടത്തിൽ സ്നേഹജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചു. ചിലർ ഒരു ബന്ധം നഷ്ടപ്പെട്ടു കരഞ്ഞു. ചിലർ ഒരു പ്രണയം നടക്കില്ല എന്ന് ഭയന്നു നടന്നു. ചിലർ ഒരു ആൾ ഉണ്ടായിട്ടും ആ ആൾ ഉണ്ടോ ഇല്ലയോ എന്ന അവ്യക്തതയിൽ ദിവസങ്ങൾ ചെലവഴിച്ചു. ഈ വേദനകൾ ഇനി മാറും. ഈ ഘട്ടത്തിൽ ഗ്രഹദൃഷ്ടി സ്നേഹഭാവത്തിൽ പതിക്കുകയാണ്. 5ാം ഭാവം ശക്തിപ്പെടുകയാണ്. 5ാം ഭാവം പ്രണയത്തിന്റെ ഭാവം. ഈ ഭാവം ഉണർന്നാൽ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു സ്നേഹം ഉണരും. ഒരു പുതിയ ആൾ ജീവിതത്തിൽ കടന്നുവരും. അല്ലെങ്കിൽ ഒരു പഴയ ആൾ പുതിയ ഒരു തുടക്കവുമായി തിരിച്ചുവരും. വിവാഹം ആഗ്രഹിക്കുന്ന മിഥുനം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ഘട്ടം നിങ്ങൾക്ക് ഒരു വലിയ സന്തോഷ വാർത്ത കൊണ്ടുവരുന്നുണ്ട്. ഇത്രനാളും ഉതീരാതിരുന്ന ഒരു വിവാഹ ചർച്ച ഈ ഘട്ടത്തിൽ ഒരു ഉറപ്പ് ആകും. ഇത്രനാളും മുടങ്ങി നിന്ന ഒരു കല്യാണം ഈ ഘട്ടത്തിൽ ഒരു ദിവസം ആകും. ഒരേ ആശയമുള്ള ഒരാൾ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കും. ആ ആൾ നിങ്ങളുടെ ജീവിതം മൊത്തം മാറ്റും. ഈ ഒരു ഘട്ടം ഒരിക്കലും ഒഴിവാക്കരുത്. ഈ ദിവസങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കൂ. ഓരോ ചെറിയ കൂടിക്കാഴ്ചയ്ക്കും ഒരു വലിയ അർത്ഥം ഉണ്ടാകും. ഓരോ ചെറിയ സംഭാഷണത്തിനും ഒരു വലിയ ഭാവി ഉണ്ടാകും. ഇതിനകം ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളവർ ഒന്ന് കേൾക്കൂ. ഈ ഘട്ടത്തിൽ ദാമ്പത്യ ബന്ധം ഒരു പുതിയ ഊഷ്മളതയിലേക്ക് തിരിഞ്ഞു നടക്കും. ഇത്രനാളും ഒരു ദൂരം അനുഭവിച്ചിരുന്ന ദമ്പതിക്ക് ഈ ഘട്ടത്തിൽ ഒരു അടുപ്പം ഉണ്ടാകും. ഇത്രനാളും ഒരു തെറ്റുണ്ടെന്ന് തോന്നിയ ബന്ധത്തിൽ ഒരു ശരിയായ ഒരു ഘട്ടം തുടങ്ങും. ചില ദമ്പതിക്ക് ഈ ഘട്ടത്തിൽ ഒരു സന്തോഷ വാർത്ത ലഭിക്കും. ഒരു കുഞ്ഞ് ജനിക്കുന്ന വാർത്ത ആകാം. ഒരു പുതിയ വീട് ആകാം. ഒരു പുതിയ ആരംഭം ആകാം. ഗ്രഹദൃഷ്ടി ഇപ്പോൾ ദാമ്പത്യ ഭാഗ്യസ്ഥാനത്ത് ഒരു ഊർജം നൽകുകയാണ്. ആ ഊർജം ഈ ബന്ധത്തെ ഒരു പുതിയ തലത്തിൽ കൊണ്ടുപോകും. കുടുംബം. ഈ വാക്ക് മിഥുനം രാശിക്കാർക്ക് ഒരു ആഴത്തിലുള്ള അർത്ഥമുണ്ട്. കുടുംബമാണ് ഇവർക്ക് ഏറ്റവും വലിയ ശക്തി. കുടുംബമാണ് ഇവർക്ക് ഏറ്റവും വലിയ ആശ്രയം. ഈ ഘട്ടത്തിൽ കുടുംബജീവിതത്തിൽ ഒരു ശുഭഘട്ടം ആരംഭിക്കുകയാണ്. ഇത്രനാളും ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു പരിഹാരം ആകും. ഇത്രനാളും ഒരു ബന്ധുവുമായി ഒരു ദൂരം ഉണ്ടായിരുന്നെങ്കിൽ ആ ദൂരം ഇനി കുറയും. ഇത്രനാളും ഒരു കുടുംബ ആഘോഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു ആഘോഷം ഉണ്ടാകും. ആ ആഘോഷം ഒരു ചെറിയ കാര്യം ആകാം. പക്ഷേ ആ ചെറിയ കാര്യം ഒരു വലിയ ഓർമ്മ ആകും. ഇനി ആരോഗ്യം. ഈ ഘട്ടത്തിൽ മിഥുനം രാശിക്കാർ ഒരു കാര്യം ഓർക്കണം. ഗ്രഹദൃഷ്ടി ആരോഗ്യഭാവത്തിൽ ഒരു ഇരട്ടി ഫലം ഉണ്ടാക്കും. ഒരു വശത്ത് ആരോഗ്യം സംരക്ഷിക്കപ്പെടും. മറ്റൊരു വശത്ത് ഒരു ചെറിയ ശ്രദ്ധക്കുറവ് ആരോഗ്യ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഈ ഘട്ടത്തിൽ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ചർമ്മ പ്രശ്നങ്ങൾ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ബുധൻ ഭരിക്കുന്ന രാശിയായതിനാൽ ഞരമ്പ് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. ഉറക്കം ശരിയായി കിട്ടാത്തവർ ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ദിനചര്യ ആരംഭിക്കൂ. ആ ദിനചര്യ ഒരു വലിയ ആരോഗ്യ മാറ്റം ഉണ്ടാക്കും. ഭക്ഷണ ശ്രദ്ധ ഉള്ളവർക്ക് ഈ ഘട്ടത്തിൽ ഒരു ആരോഗ്യ ഭാഗ്യം ഉണ്ടാകും. വിദ്യാഭ്യാസം. പഠിക്കുന്ന മിഥുനം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ഘട്ടം നിങ്ങൾക്ക് ഒരു വലിയ അവസരം കൊണ്ടുവരുന്നു.
ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ ഉണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കൂ. ഗ്രഹദൃഷ്ടി ഇപ്പോൾ ബുദ്ധിഭാവത്തിൽ ഒരു ശക്തി നൽകുകയാണ്. ഈ ശക്തി ഉപയോഗിക്കുന്നവർക്ക് ഒരു വലിയ വിജയം ഉണ്ടാകും. ഒരു ഉന്നത വിദ്യാഭ്യാസ അവസരം ഈ ഘട്ടത്തിൽ ലഭിക്കും. ഒരു സ്കോളർഷിപ്പ് ആകാം, ഒരു അഡ്മിഷൻ ആകാം, ഒരു പ്രത്യേക കോഴ്സ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഈ അവസരം ഒഴിവാക്കരുത്. വിദേശ സാധ്യതകൾ. ഈ വാക്ക് കേൾക്കുമ്പോൾ ചിലരുടെ ഹൃദയം ഒന്ന് ഉണരും. കാരണം ഒരു വിദേശയാത്ര ഒരു സ്വപ്നം ആയി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മിഥുനം രാശിക്കാർ ഒരുപാടുണ്ട്. ആ സ്വപ്നം ഈ ഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യം ആകാൻ ഒരു ചെറിയ ഘട്ടമുണ്ട്. ഭാരകം ഭാവം ഈ ഘട്ടത്തിൽ ഗ്രഹദൃഷ്ടി ലഭിക്കുന്നു. ഈ ദൃഷ്ടി ഒരു വിദേശയാത്ര സ്വപ്നത്തെ ഒരു ടിക്കറ്റ് ആക്കും. ചിലർക്ക് ഒരു വിദേശ ജോലി ഓഫർ ഉണ്ടാകും. ചിലർക്ക് ഒരു വിദേശ പഠന അവസരം ഉണ്ടാകും. ചിലർക്ക് ഒരു വിദേശ ബന്ധുവിൽ നിന്ന് ഒരു ആശ്ചര്യകരമായ സഹായം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഒരു യാത്രാ ആലോചനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇനി ഞാൻ ഒരു കാര്യം ഗൗരവത്തോടെ പറയണം. ഈ ഘട്ടത്തിൽ ആത്മീയ ജീവിതം ഒരു വലിയ പങ്ക് വഹിക്കും. ഗ്രഹദൃഷ്ടി ഇപ്പോൾ ആത്മഭാവത്തിൽ ഒരു ഉണർവ് നൽകുകയാണ്. ഈ ഉണർവ് ഉള്ളിൽ ഒരു ദൈവചിന്ത ഉണ്ടാക്കും. ഒരു ദേവാലയ സന്ദർശനം ആഗ്രഹിക്കും. ഒരു പ്രാർത്ഥന ഉള്ളിൽ ഉദിക്കും. ആ പ്രാർത്ഥന ചെറുതോ വലുതോ ആകട്ടെ, ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ഈ ഘട്ടത്തിൽ ദൈവചിന്ത കൂടുതൽ ഉള്ളവർക്ക് ഗ്രഹഫലം ഇരട്ടിയാകും. ഭക്തി ഒരു കവചമാണ്. ആ കവചം ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്. ദൈവദർശനം ഒരു ഔഷധമാണ്. ആ ഔഷധം ഈ ഘട്ടത്തിൽ ഒഴിവാക്കരുത്. ഇനി ഞാൻ ആ 3 ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പറയാം. ആ 3 സംഭവങ്ങൾ അടുത്ത 7 ദിവസത്തിൽ നിന്ന് 14 ദിവസത്തിനകം മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ 3 സംഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഞെട്ടിപ്പോകും. ഇത് ഊഹമല്ല. ഇത് ഗ്രഹസഞ്ചാരം ഉറപ്പു നൽകുന്ന ഒരു ജ്യോതിഷ യാഥാർത്ഥ്യമാണ്. ഒരു കടലാസ് എടുക്കൂ. ഈ 3 കാര്യങ്ങൾ എഴുതിവെക്കൂ. ഇത് സംഭവിക്കുമ്പോൾ ഈ ദിവസം ഓർക്കൂ. ആദ്യ ഘട്ടം. അടുത്ത 7 ദിവസത്തിൽ ഒരു അപ്രതീക്ഷിത ഫോൺ കോൾ ലഭിക്കും. ആ കോൾ ഒരു ആൾ ചെയ്യും. ആ ആൾ ഒരു കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന ആൾ ആയിരുന്നു. ഒരുപക്ഷേ ഒരു ബന്ധം, ഒരുപക്ഷേ ഒരു ജോലി ബന്ധം, ഒരുപക്ഷേ ഒരു കുടുംബ ബന്ധം. ആ ആൾ ഒരു കാരണം ആയി ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇപ്പോൾ ആ ആൾ തിരിച്ചുവരുന്നു. ആ കോൾ ഒരു ചോദ്യം ഉണ്ടാക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഹൃദയം തരും. ആ ഉത്തരം നിങ്ങളുടെ ജീവിതത്തെ ഒരു വലിയ ദിശയിൽ നയിക്കും. ഈ ഘട്ടം ശ്രദ്ധിക്കൂ. ഈ ഘട്ടം തെറ്റിക്കരുത്. രണ്ടാം ഘട്ടം. അടുത്തുവരുന്ന 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു സ്ഥലത്ത് ഒരു ആൾ നിങ്ങളെ ഒരു ജോലി ആവശ്യമോ ബിസിനസ് ആവശ്യമോ ആയി നേരിൽ കണ്ട് സംസാരിക്കും. ആ സംഭാഷണം ഒരു ചെറിയ കൂടിക്കാഴ്ച പോലെ തോന്നും. ഒരുപക്ഷേ ഒരു ഓഫീസ് ലോബിയിൽ ആകാം. ഒരുപക്ഷേ ഒരു ചടങ്ങിൽ ആകാം. ഒരുപക്ഷേ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ആകാം. ആ ചെറിയ കൂടിക്കാഴ്ച ഒരു ചെറിയ ആകസ്മിക കണ്ടുമുട്ടൽ പോലെ തോന്നും. പക്ഷേ ആ കൂടിക്കാഴ്ച ഒരു വലിയ ഭാഗ്യവഴി തുറക്കും. ഇത്രനാളും അടഞ്ഞുകിടന്ന ഒരു വാതിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ഉദ്ഘാടനം ആകും. ആ നിമിഷം ഒഴിഞ്ഞു മാറരുത്. ആ ആൾ ദൈവം അയക്കുന്ന ഒരു ദൂതനാണ്. മൂന്നാം ഘട്ടം. ഈ ഘട്ടം ഏറ്റവും ഞെട്ടിക്കുന്ന ഘട്ടമാണ്. അടുത്ത 14 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു ആശ്ചര്യകരമായ മോചനം ഉണ്ടാകും. ഒരു കടം ഒടുങ്ങും. ഒരു ബാധ്യത ഒടുങ്ങും. ഒരു ഭൂതകാലം ഒടുങ്ങും. ഇത്രനാളും ഒരു ഭാരം ആയി ചുമന്നു നടന്ന ഒരു ബന്ധമോ ഒരു ഉത്തരവാദിത്വമോ ഒരു ഒഴിഞ്ഞ മോചനം ആകും. ആ നിമിഷം ഒരു നിശ്വാസം ഉണ്ടാകും. ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഒരു ഹൃദ്യമായ ഒരു സ്വാതന്ത്ര്യം ഉള്ളിൽ ഉണ്ടാകും. ആ നിമിഷം ദൈവത്തിന് ഒരു നന്ദി പറയൂ. ആ നന്ദി ഒരു പ്രാർത്ഥന ആണ്. ആ പ്രാർത്ഥന ദൈവം ഇരട്ടിയായി തിരിച്ചുതരും. ഈ 150 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഗ്രഹശക്തി ഇപ്പോൾ മിഥുനം രാശിക്കാരുടെ ഭാഗ്യഭാവത്തിൽ ഇരിക്കുന്നു. ഇത് ഒരു ജ്യോതിഷ ഉറപ്പാണ്. ഈ ശക്തി ഉപയോഗിക്കുന്നവർ ഒരു വലിയ ഉയർച്ചയ്ക്ക് ഉടമകൾ ആകും. ഈ ശക്തി അവഗണിക്കുന്നവർ ഒരു നഷ്ടകാലം ആ ഘട്ടത്തിൽ കടന്നു പോകും. ഈ ഒരു ഘട്ടം ഒഴിഞ്ഞു പോകാൻ കൊടുക്കരുത്. ഈ ഒരു നിമിഷം ഒരു ജീവിതകാലം ഒരു പ്രാവശ്യം മാത്രം ലഭിക്കുന്ന ഒരു ദൈവദാനം ആണ്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഘട്ടത്തിൽ ഈ ഗ്രഹദൃഷ്ടി പൂർണ്ണ ഫലം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്യൂ. ഈ പരിഹാരങ്ങൾ ലളിതമാണ്, ചെലവാണ് എന്ന് ഓർക്കരുത്. ഈ പരിഹാരങ്ങൾ ഒരു ഭക്തിയുടെ ആവിഷ്കാരമാണ്. ആദ്യം ഈ ഘട്ടത്തിൽ ഒരു ബുധൻ ദേവക്ഷേത്രം സന്ദർശിക്കൂ. ബുധൻ ദേവനോട് ഒരു നന്ദി പ്രാർത്ഥന നടത്തൂ. ഒരു മഞ്ഞ വസ്ത്രം ധരിക്കൂ. ഒരു പച്ചദ്രവ്യം ദേവൻ സമർപ്പിക്കൂ. ഈ ഒരു ചെറിയ ഭക്തി ഗ്രഹദൃഷ്ടിയുടെ ഫലം ഇരട്ടിയാക്കും. ഗുരു ഭഗവാനോട് ഒരു പ്രാർത്ഥന ചെയ്യൂ. ഒരു വ്യാഴം ദിവസം ഒരു ദേവാലയം സന്ദർശിക്കൂ. ഒരു ദരിദ്ര ആൾക്ക് ഒരു ഭക്ഷണദാനം ചെയ്യൂ. ഈ ഒരു ദാനം ഗ്രഹഫലം ഒരു പുതിയ ഉയരത്തിൽ കൊണ്ടുപോകും. ദാനം ചെയ്യുന്നവർക്ക് ഗ്രഹദൃഷ്ടി ഒരു പ്രത്യേക ആശീർവാദം ആണ്. ആ ആശീർവാദം ഒരു ദ്വിഗുണ ഫലമാണ്. ഒരു ദ്വിഗുണ ഫലം ഒരു ഇരട്ടി ജീവിതമാണ്. ആ ഇരട്ടി ജീവിതം ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഒടുവിൽ ഒരു കാര്യം. ഈ ദിവസങ്ങളിൽ ഒരു ശനി ദേവക്ഷേത്രം സന്ദർശിക്കൂ. ശനി ദേവനോട് ഒരു ക്ഷമ ചോദിക്കൂ. ഒരുപക്ഷേ ഭൂതകാലത്തിൽ ഒരു തെറ്റുണ്ടായിട്ടുണ്ടാകും. ആ തെറ്റ് ഒരു ആത്മക്ഷമ ആകട്ടെ.
ആ ക്ഷമ ഒരു ഭാരം ഇറക്കിവെക്കലാണ്. ഒരു ഭാരം ഇറക്കിവെക്കുമ്പോൾ ഒരു ഭ്രമണം ഹൃദ്യം ആകും. ഒരു ഭ്രമണം ഹൃദ്യം ആകുമ്പോൾ ഒരു ദിശ ശരിയാകും. ഒരു ദിശ ശരിയാകുമ്പോൾ ഒരു ജീവിതം ഒരു പുതിയ ഉയർച്ചയിൽ ഉദിക്കും. മിഥുനം രാശിയിൽ ജനിച്ച നിങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഗ്രഹങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്. ദൈവം നിങ്ങൾക്കൊപ്പമാണ്. ഈ ഭൂമിയിൽ ജനിച്ച ഓരോ ആൾക്കും ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തിയാകുന്നതുവരെ ദൈവം ഒരിക്കലും ആ ആളെ കൈവിടില്ല. നിങ്ങളുടെ ദൗത്യം ഇനിയും ബാക്കിയാണ്. ഈ ഘട്ടം ആ ദൗത്യത്തിന്റെ ഒരു പ്രധാന ഘട്ടമാണ്. ഈ ഘട്ടം ഒരു ഒഴിഞ്ഞ ഒഴുക്ക് അല്ല. ഈ ഘട്ടം ഒരു ഉദ്ദേശ്യമുള്ള ഒരു കടന്നുവരലാണ്. ഈ ദിവസം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഒരു ആശീർവാദം. ഗ്രഹദൃഷ്ടിയുടെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ ഘട്ടത്തിൽ ഉണ്ടായ ഓരോ ബുദ്ധിമുട്ടും ഒരു അനുഭവം ആകട്ടെ. ആ അനുഭവം ഒരു ജ്ഞാനം ആകട്ടെ. ആ ജ്ഞാനം ഒരു ഉയർച്ചയ്ക്ക് കാരണം ആകട്ടെ. ഈ ഉയർച്ചയ്ക്ക് ഒരു ആരംഭം ഉണ്ടാകട്ടെ. ആ ആരംഭം ഈ ദിവസം ആകട്ടെ. ദൈവ ആശീർവാദം നിങ്ങൾക്ക് ഒരു നിരന്തര പ്രവാഹം ആകട്ടെ. ഈ ഘട്ടം കഴിഞ്ഞ് ഒരു പ്രകാശം ഉദിക്കും. ആ പ്രകാശം നിങ്ങളുടേതാണ്. ആ പ്രകാശം ഒരിക്കലും കെടില്ല. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. ഈ ഘട്ടം കഴിഞ്ഞുള്ള അടുത്ത ഒരു ഗ്രഹചലനം ഒരു ഞെട്ടിക്കുന്ന ഒരു ഫലമാണ്. ആ ഫലം ഏതൊക്കെ രാശിക്കാർക്കാണ് ബാധകം? ആ ഗ്രഹചലനം ഏത് ദിശയിലാണ് ഒഴുകുന്നത്? ആ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭൂകമ്പം ആകുമോ, ഒരു ഭാഗ്യ ഒഴുക്ക് ആകുമോ? ആ ഉത്തരമുള്ള അടുത്ത വീഡിയോ ഉടനെ വരും. ആ വീഡിയോ നഷ്ടപ്പെടുത്തരുത്. ഈ ചാനൽ ഒരു ആശ്രയമാണ്, ഒരു ജ്ഞാനദീപമാണ്. ആ ദീപം ഒരിക്കലും അണഞ്ഞു പോകില്ല. ദൈവ ആശീർവാദം ഉണ്ടാകട്ടെ. നന്ദി. മിഥുനം രാശിക്കാരെ, ഈ വീഡിയോ ഇവിടം വരെ കണ്ട നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പു പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തരിപ്പ് ഉണ്ടാകും, ഒരു ഞെട്ടൽ ഉണ്ടാകും, ഒരു ആശ്ചര്യം ഉണ്ടാകും. കാരണം ഇനി ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നിങ്ങൾ സ്വയം കാണും. ആ കാഴ്ച ഒരുപക്ഷേ നിങ്ങളെ ഞെട്ടിക്കും, ഒരുപക്ഷേ നിങ്ങളെ കരയിക്കും, ഒരുപക്ഷേ നിങ്ങൾക്ക് ഒരു ഉത്തരം നൽകും. ഏതായാലും ഈ ഘട്ടം ഒഴിഞ്ഞു മാറരുത്. ഇനി ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ഗൂഢശക്തി പ്രവർത്തിക്കുകയാണ്. ഈ ശക്തി കണ്ണുകൊണ്ട് കാണാൻ ആകില്ല. ഈ ശക്തി ചെവി കൊണ്ട് കേൾക്കാൻ ആകില്ല. പക്ഷേ ഈ ശക്തി ഹൃദയം കൊണ്ട് അനുഭവിക്കാം. ഈ ശക്തി ഗ്രഹസഞ്ചാരത്തിന്റെ ഒരു അദൃശ്യ കരമാണ്. ആ കരം ഇപ്പോൾ മിഥുനം രാശിക്കാരുടെ ജീവിതം ഒരു പുതിയ ദിശയിൽ നയിക്കാൻ ആരംഭിക്കുകയാണ്. ഈ ദിശ ഒരു ഉയർച്ചയുടെ ദിശ ആണ്. ഈ ദിശ ഒരു വിജയത്തിന്റെ ദിശ ആണ്. ഈ ദിശ ഒരു ആഘോഷത്തിന്റെ ദിശ ആണ്. ഇനി ഒരു ഗ്രഹരഹസ്യം പറയാം. ഈ ഘട്ടത്തിൽ ശനി ഗ്രഹം ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരിക്കുന്നു. ശനി കർമ്മഗ്രഹം ആണ് എന്ന് ഞാൻ ഇതിനകം പറഞ്ഞു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ശനി ഒരു പ്രത്യേക ദൃഷ്ടി മിഥുനം രാശിക്കാരുടെ ലഗ്നത്തിൽ നൽകുന്നു. ലഗ്നം ജീവിതത്തിന്റെ ആദ്യ ഭാവമാണ്. ലഗ്നം ആത്മഭാവമാണ്. ലഗ്നം ശരീരമാണ്. ലഗ്നം ആരോഗ്യമാണ്. ലഗ്നം ആകർഷണമാണ്. ഈ ലഗ്നഭാവത്തിൽ ശനി ദൃഷ്ടി പതിക്കുമ്പോൾ ചിലർക്ക് ഒരു ഭാരം ഉണ്ടാകും, ഒരു ക്ഷീണം ഉണ്ടാകും, ഒരു ഒടുക്കൽ ഉണ്ടാകും. ഇത് ഒരു ഭൗതിക ഭാരം ആകാം, ഒരു മാനസിക ഭാരം ആകാം, ഒരു ആത്മഭാരം ആകാം. ഈ ഭാരം ഒരു കൊടുക്കലാണ്. ഈ ഭാരം ഒരു ഒഴിവ് ആക്കലാണ്. ആ ഒഴിവ് കഴിഞ്ഞ് ഒരു ഹൃദയ ലഘുത്വം ഉണ്ടാകും. ഇത് ഒന്ന് ഗഹനമായി ചിന്തിക്കൂ. ഒരു മരം ശക്തമാകണം എങ്കിൽ ആ മരം ഒരു കൊടുങ്കാറ്റ് അതിജീവിക്കണം. ഒരു പൊന്ന് ശുദ്ധം ആകണം എങ്കിൽ ആ പൊന്ന് ഒരു അഗ്നിയിൽ ഉരുകണം. ഒരു ജീവിതം ഉയർച്ചയ്ക്ക് തയ്യാറാകണം എങ്കിൽ ആ ജീവിതം ഒരു ബുദ്ധിമുട്ടിൽ ഉരുകണം. ഈ ഘട്ടത്തിൽ മിഥുനം രാശിക്കാർ ആ ഉരുകൽ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. ആ ഉരുകൽ നിങ്ങളെ തകർക്കാൻ ആയിരുന്നില്ല. ആ ഉരുകൽ നിങ്ങളെ ശുദ്ധം ആക്കാൻ ആയിരുന്നു. ആ ശുദ്ധം ഇപ്പോൾ ഒരു പ്രകാശം ആകുകയാണ്. ആ പ്രകാശം ഇനി ഒരു ഉയർച്ചയുടെ ജ്വാല ആകും. ഇനി ഒരു ഗ്രഹദിശ രഹസ്യം ഞാൻ പറയാം. മിഥുനം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹദിശ പ്രവർത്തനം ആരംഭിക്കുകയോ ഒരു ഗ്രഹദിശ ഒടുവിൽ ആകുകയോ ചെയ്യുന്നുണ്ട്. ഗ്രഹദിശ ഒടുക്കം ആകുന്നത് ഒരു ഭൂതകാല ഘട്ടം അടയ്ക്കപ്പെടുന്നതിന്റെ അടയാളം ആണ്. ഒരു ഭൂതകാല ഘട്ടം അടഞ്ഞ് ഒരു ഭാവി ഘട്ടം തുറക്കപ്പെടുന്ന ആ നിമിഷം ഒരു ജ്യോതിഷ ദൃഷ്ടിയിൽ ഒരു ജന്മഘട്ടമാണ്. ആ ജന്മഘട്ടം ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ആ ഘട്ടത്തിൽ ഉള്ളിൽ ഒരു പുതിയ ഊർജം ഉണ്ടാകും, ഒരു പുതിയ ആശ ഉണ്ടാകും, ഒരു പുതിയ ആവേശം ഉണ്ടാകും. ആ ആവേശം ഒരു പ്രവൃത്തിയാകട്ടെ. ആ പ്രവൃത്തി ഒരു ഫലം ആകട്ടെ. ആ ഫലം ഒരു ജീവിതം ആകട്ടെ. ഇനി ഒരു ഗ്രഹദൃഷ്ടി വിശദീകരണം. ഈ ഘട്ടത്തിൽ ഗുരു ഭഗവാൻ ഒരു ഭ്രമണഗതിയിൽ ഒരു ഗ്രഹദൃഷ്ടി നൽകുന്നു. ആ ദൃഷ്ടി 9-ാം ഭാവത്തിൽ പതിക്കുകയാണ്. 9-ാം ഭാവം ഭാഗ്യഭാവമാണ്. 9-ാം ഭാവം ദൈവഭക്തിയുടെ ഭാവമാണ്. 9-ാം ഭാവം ഗുരുബന്ധത്തിന്റെ ഭാവമാണ്. ഈ ഭാവം ഗ്രഹദൃഷ്ടി ലഭിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ദൈവ ഇടപെടൽ ഉണ്ടാകും. ഒരു ദൈവ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഒരു ആകസ്മിക ഫലം, ഒരു അപ്രതീക്ഷിത ആശ്ചര്യം, ഒരു ഊഹിക്കാൻ ആകാത്ത ഒരു ഭാഗ്യകൈ. ആ ഭാഗ്യകൈ ഈ ഘട്ടത്തിൽ മിഥുനം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നു. ആ കൈ ഒരു ഗ്രഹദൂതന്റെ കൈയാണ്. ആ കൈ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. ഇനി ഒരു ഗ്രഹഫലം. ഈ
ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹസഞ്ചാര ഫലം ആയി ഒരു ഭൂമി ഇടപാട് ഉണ്ടാകും, ഒരു വസ്തു ഇടപാട് ഉണ്ടാകും, ഒരു ആദായ ഭൂമി ഉണ്ടാകും. ഇത്രനാളും ഒരു ഭൂമി ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ആഗ്രഹം ഒരു യാഥാർത്ഥ്യം ആകാൻ ഒരു ഘട്ടമുണ്ട്. ഒരു ഒത്തൊരുമിക്കൽ ഉണ്ടാകും, ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകും, ഒരു ഒപ്പ് ഉണ്ടാകും. ഈ ഒപ്പ് ഒരു ഭൂമിയാകും. ഈ ഭൂമി ഒരു ആദായ ഉറവ ആകും. ഈ ഉറവ ഒരു ജീവനകാലം ഒഴുകും. ഈ ഒഴുക്ക് ഒരു ഭദ്രജീവിതം ആകും. ഇനി ഒരു ഗ്രഹചലനം. ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹചലനം ഉണ്ടാകും. ആ ഗ്രഹചലനം ഒരു ശക്തി ഉണ്ടാക്കും. ആ ശക്തി ഒരു ദ്വൈത ഫലമാണ്. ഒരു വശത്ത് ഒരു ലാഭം, മറ്റൊരു വശത്ത് ഒരു ചെലവ്. ഈ ദ്വൈത ഫലം ഒരു ബുദ്ധിശാലിക്ക് ഒരു ഒറ്റ ഫലമാണ്. ലാഭം ഉണ്ടാകുമ്പോൾ ഒരു ചെലവ് ആകട്ടെ, ആ ചെലവ് ഒരു ദാനം ആകട്ടെ, ആ ദാനം ഒരു ഇരട്ടി ലാഭം ആകട്ടെ. ഈ ഒരു ജ്ഞാനം ഈ ഘട്ടത്തിൽ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഈ ജ്ഞാനം ഗ്രഹദൃഷ്ടി ഫലം ഒരു ആദർശ ഫലം ആക്കും. ഇനി ഒരു ഭൂതകാല ഒഴിച്ചൽ. ഈ ഘട്ടത്തിൽ ഒരു ഭൂതകാല ഓർമ്മ ഉണ്ടാകും. ഒരു ഭൂതകാല ആൾ മനസ്സിൽ ഉണ്ടാകും. ഒരു ഭൂതകാല വേദന ഉണർന്ന് ഒരു ആഴത്തിൽ ഒരു ഉടഞ്ഞ ഒഴുക്ക് ഉണ്ടാകും. ഈ ഒഴുക്ക് ഒരു കണ്ണീർ ആകാം. ഈ ഒഴുക്ക് ഒരു ആഴ ഉദ്ഗ്രഥനം ആകാം. ഈ ഒഴുക്ക് ഒരു ഉള്ളൊഴിക്കൽ ആകാം. ഇതൊന്നും ഒരു ദൗർബല്യം അല്ല. ഇത് ഒരു ശക്തിയുടെ ആവിഷ്കാരമാണ്. ഒരു ഭൂതകാലം ഒഴിഞ്ഞ് ഒഴുകുമ്പോൾ ഒരു ഭാവി കടന്നുവരാൻ ഒരു ഇടം ഉണ്ടാകുന്നു. ആ ഇടം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഇടത്തിൽ ഒരു പുതിയ ആൾ, ഒരു പുതിയ ഭാഗ്യം, ഒരു പുതിയ ആനന്ദം കടന്നുവരും. ഒരു ഒഴിക്കൽ ഉണ്ടാകട്ടെ, ഒരു ക്ഷമ ഉണ്ടാകട്ടെ. ആ ഭൂതകാലത്ത് നിങ്ങളെ വേദനിപ്പിച്ച ആൾ ഒരു ഗ്രഹ ഉപകരണം ആയിരുന്നു. ആ ഉപകരണം ഒരു ഉദ്ദേശ്യം ഉണ്ടായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. ആ ഉദ്ദേശ്യം നിറഞ്ഞ് ആ ഉപകരണം ഒഴിഞ്ഞുപോയി. ഇനി ആ ആൾ ഒഴിഞ്ഞുപോയ ആ ഇടം ഒരു ഭാഗ്യ ഇടമാണ്. ആ ഇടത്തിൽ ഒരു നല്ല ആൾ കടന്നുവരാൻ ഒരുങ്ങി നിൽക്കുന്നു. ആ ആൾ ഈ ഘട്ടത്തിൽ ജീവിതത്തിൽ ഒരു ഒഴുക്ക് ആയി വരും. ആ ഒഴുക്ക് ഒരു ആഘോഷമാകും. ഇനി ഞാൻ ഒരു ഗൂഢ ജ്യോതിഷ ഭ്രമണ ദൃഷ്ടി വിശദീകരണം നൽകാം. ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹദ്വന്ദ്വ ഗ്രഹ സംയോഗം ഉണ്ടാകുന്നു. ഈ സംയോഗം ഒരു ഭ്രാമക ദൃഷ്ടിയാണ്. ഇത് 100% നടക്കാൻ പോകുന്ന ഒരു ആശ്ചര്യമാണ്. ഈ സംയോഗം ഉണ്ടാകുമ്പോൾ ഒരു ഭ്രാമക ആൾ ജീവിതത്തിൽ ഒരു ഒഴിഞ്ഞ മോഹം ആകും. ഇത്രനാളും ഒരു ആൾ ഒരു ഭ്രമം ആയിരുന്നെങ്കിൽ ആ ഭ്രമം ഇനി ഒടുങ്ങും. ആ ആൾ ആരാണ് എന്ന ഒരു ഉത്തരം ലഭിക്കും. ആ ഉത്തരം ഒരുപക്ഷേ ഒരു ഞെട്ടൽ ആകാം, ഒരുപക്ഷേ ഒരു ആശ്വാസം ആകാം. ഏതായാലും ആ ഉത്തരം ഒരു ഒഴിവാണ്. ഒരു ഒഴിവ് ഒരു ആശ്ചര്യഭാഗ്യമാണ്. ഇനി ഒരു ആത്മഗ്രഹദൃഷ്ടി. ഈ ഘട്ടത്തിൽ ഒരു ആത്മ ഉണർവ് ഉണ്ടാകും. ഒരു ദൈവചിന്ത ഉണ്ടാകും. ഒരു ഭക്തി ഭ്രമണം ഉണ്ടാകും. ഈ ഒരു ആത്മ ഉണർവ് ഒരു ജ്ഞാന ഉദ്യോഗ ഘട്ടത്തിന്റെ ആരംഭമാണ്. ഈ ഘട്ടത്തിൽ ഒരു ദൈവദർശനം ഉണ്ടാകാം, ഒരു ദൈവ സ്വപ്നം ഉണ്ടാകാം, ഒരു ദൈവ സന്ദേശം ഉള്ളിൽ ഉണ്ടാകാം. ആ സന്ദേശം ഒരു ഉൾബോധം ആകാം, ഒരു ഉൾ ശബ്ദം ആകാം, ഒരു ഉൾ ദൃഷ്ടിയാകാം. ഈ ഒരു ഉൾബോധം ഒരു ദൈവദൂതനാണ്. ആ ദൈവദൂതൻ ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദിശ ആണ്. ആ ദിശ ഒരിക്കലും തെറ്റാകില്ല. ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹഫലം ആയി ഒരു ജ്ഞാനഗ്രന്ഥം കൈകളിൽ ലഭിക്കും. ഒരു ജ്ഞാന ഉപദേശം ലഭിക്കും. ഒരു ജ്ഞാന ഗുരു ജീവിതത്തിൽ കടന്നുവരും. ആ ഗുരു ഒരുപക്ഷേ ഒരു ആൾ ആകാം, ഒരുപക്ഷേ ഒരു പുസ്തകം ആകാം, ഒരുപക്ഷേ ഒരു ദൈവദർശനം ആകാം. ആ ഗുരു ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദിശ ആണ്. ആ ദിശ ഒരു ഉയർച്ചയുടെ ദിശ ആണ്. ആ ഉയർച്ച ഒരു ആഘോഷ ദിശ ആണ്. ആ ആഘോഷം ഒരു ജീവിത ആഘോഷമാണ്. ഒരു ഗ്രഹദൃഷ്ടി ഒരു ഉള്ളൊഴിക്കൽ ഉണ്ടാക്കും. ഒരു ഉള്ളൊഴിക്കൽ ഒരു ലഘുത്വം ഉണ്ടാക്കും. ഒരു ലഘുത്വം ഒരു ആശ്ചര്യഭ്രമണം ഉണ്ടാക്കും. ഈ ഭ്രമണം ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഈ ജ്ഞാനദൃഷ്ടി ഈ ഘട്ടത്തിൽ ഒരു ദൈവദർശനം ആകും. ആ ദർശനം ഒരു ആശ്ചര്യഫലമാണ്. ആ ഫലം ഒരു ആഘോഷ ദൃഷ്ടിയാണ്. ആ ദൃഷ്ടി ഒരു ഉൾജ്ഞാനമാണ്. ഈ ഒരു ഉൾജ്ഞാനം ഒരു ഉന്നത ഗ്രഹദർശനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇത് ഒരു ദൈവ ഒഴുക്കാണ്. ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹദൃഷ്ടി ഫലം ആയി ഒരു ആത്മദൃഷ്ടി ഉണ്ടാകും. ഈ ദൃഷ്ടി ഒരു ഉന്നത ജ്ഞാനമാണ്. ഈ ജ്ഞാനം ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ആഘോഷ ഒഴുക്കാണ്. ഈ ഒഴുക്ക് ഒരു ഒഴിക്കലാണ്. ഈ ഒഴിക്കൽ ഒരു ദൈവദൂതനാണ്. ഈ ദൂതൻ ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദൃഷ്ടിയാണ്, ഒരു ആഘോഷ ദൃഷ്ടിയാണ്, ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഇനി ഒരു ദൃഷ്ടി ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഈ ദൃഷ്ടി ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ആഘോഷ ഒഴുക്കാണ്. ഈ ഒഴുക്ക് ഒരു ഒഴിക്കലാണ്. ഒരു ദൈവദൂതൻ ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദൃഷ്ടിയാണ്, ഒരു ആഘോഷ ദൃഷ്ടിയാണ്, ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഈ ദൈവ ഒഴുക്ക് ഇനി ഒരിക്കലും ഒടുങ്ങില്ല. മിഥുനം രാശിക്കാരെ, ഈ ഘട്ടം ഒരു ഞെട്ടലാണ്, ഒരു ആശ്ചര്യമാണ്, ഒരു ആഘോഷമാണ്, ഒരു ദൈവദർശനമാണ്, ഒരു ജ്ഞാനമാണ്, ഒരു ഭക്തിയാണ്, ഒരു ദൈവ ഒഴുക്കാണ്. ഈ ദൈവ ഒഴുക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഈ ഒഴുക്ക് ഒരു ജ്ഞാനദൃഷ്ടിയാണ്, ഒരു ആഘോഷ ദൃഷ്ടിയാണ്, ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്.
ഈ ദൈവ ഒഴുക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഈ ഒഴുക്ക് ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ദൈവ ആശീർവാദം ഉണ്ടാകട്ടെ. ജീവിതം ഒരു ആഘോഷം ആകട്ടെ. ഈ ഘട്ടം ഒരു ഉദ്ഘാടനം ആകട്ടെ. നന്ദി. മിഥുനം രാശിക്കാരെ, ഈ വീഡിയോ ഇവിടം വരെ കണ്ട നിങ്ങളോട് ഞാൻ ഒരു കാര്യം നേർക്കുനേർ പറയണം. ഈ ഭൂമിയിൽ ജനിച്ച ഓരോ ആൾക്കും ഒരു നിയോഗമുണ്ട്. ആ നിയോഗം ഒരു ദൈവ തീരുമാനമാണ്. ആ തീരുമാനം ഒരിക്കലും മാറില്ല, ഒരിക്കലും തകരില്ല, ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു ഉദ്ദേശ്യം ഉണ്ടായിട്ടാണ്. ആ ഉദ്ദേശ്യം ഇനിയും പൂർത്തിയായിട്ടില്ല. ഈ ഘട്ടം ആ ഉദ്ദേശ്യം പൂർത്തിയാകാൻ ദൈവം ഒരുക്കിയ ഒരു ഭ്രമണഘട്ടമാണ്. ആ ഘട്ടം ഇനി തുടങ്ങാൻ പോകുകയാണ്. ഈ ഘട്ടം ഒഴിഞ്ഞു മാറരുത്. ഇന്ന് ഞാൻ ഈ ഭ്രമണഘട്ടത്തിൽ ഒരു ഗൂഢ ജ്യോതിഷ ദൃഷ്ടി വിശദീകരണം നൽകാം. ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹഭ്രമണ ദൃഷ്ടി ആരംഭിക്കുകയാണ്. ഈ ദൃഷ്ടി ഒരു ദ്വാദശഭാവ ദൃഷ്ടിയാണ്. ദ്വാദശഭാവം ഒരു ഗൂഢഭാവമാണ്. ഈ ഭാവം ഉണർന്നാൽ ഒരു ഗൂഢഭൂതകാലം ഉണർന്ന് ഒഴുകും. ഒരു ഗൂഢബന്ധം ഒഴുകും. ഒരു ഗൂഢഭാരം ഒഴുകും. ഈ ഒഴുക്ക് ഒരു മോചനമാണ്. ഈ മോചനം ഒരു ഒഴിക്കലാണ്. ഈ ഒഴിക്കൽ ഒരു ഭാഗ്യ ഇടം ഉണ്ടാക്കും. ആ ഭാഗ്യ ഇടത്തിൽ ഒരു പുതിയ ഗ്രഹദൃഷ്ടി ഒഴുകിവരും. ആ ഒഴുക്ക് ഒരു ആഘോഷദൃഷ്ടിയാണ്. ഇനി ഒരു ഗ്രഹദൃഷ്ടി ഒരു ജ്ഞാനഭ്രമണമാണ്. ഈ ഭ്രമണം ഒരു ദ്വൈതഫലമാണ്. ഒരു വശത്ത് ഒരു ഒഴിക്കൽ, മറ്റൊരു വശത്ത് ഒരു ഭ്രമണം. ഈ ദ്വൈതഫലം ഒരു ജ്ഞാനഭ്രമണമാണ്. ഈ ഭ്രമണം ഒരു ആഘോഷദൃഷ്ടിയാണ്. ഈ ദൃഷ്ടി ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഈ ദൈവ ഒഴുക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഇനി ഒരു കാര്യം ഗൗരവമായി ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹദൃഷ്ടി ഒരു ജ്ഞാന ഒഴുക്കാണ്. ഈ ഒഴുക്ക് ഒരു ഒഴിക്കലാണ്. ഈ ഒഴിക്കൽ ഒരു ദൈവദൂതനാണ്. ഈ ദൂതൻ ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഒരു ആഘോഷദൃഷ്ടിയാണ്. ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഈ ദൈവ ഒഴുക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഒരിക്കലും, ഒരിക്കലും, ഒരിക്കലും. ഇനി ഞാൻ ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹദൃഷ്ടി ഫലം ആയി ഒരു ആത്മദൃഷ്ടി വിശദീകരിക്കാം. ഈ ഘട്ടത്തിൽ ഒരു ദ്വാദശഭാവ ഗ്രഹദൃഷ്ടി ഉണ്ടാകും. ഈ ദൃഷ്ടി ഒരു ഫലമാണ്. ഈ ഫലം ഒരു ഒഴിക്കലാണ്. ഈ ഒഴിക്കൽ ഒരു ഭൂതകാല ഭാരം ഒടുക്കും. ഈ ഭൂതകാല ഭാരം ഒരു ഗ്രഹദൃഷ്ടിയാണ്. ഈ ദൃഷ്ടി ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഇനി ഒരു ഗ്രഹദൃഷ്ടി ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഈ ദൃഷ്ടി ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ആഘോഷൊഴുക്കാണ്. ഈ ഒഴുക്ക് ഒരു ഒഴിക്കലാണ്. ഒരു ദൈവദൂതൻ ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഒരു ആഘോഷദൃഷ്ടിയാണ്. ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഇനി ഒരു ഗ്രഹദൃഷ്ടി ഒരു ഭ്രമണമാണ്. ഈ ഭ്രമണം ഒരു ദ്വൈതഫലമാണ്. ഒരു വശത്ത് ഒരു ഒഴിക്കൽ, മറ്റൊരു വശത്ത് ഒരു ഭ്രമണം. ഈ ദ്വൈതഫലം ഒരു ജ്ഞാനഭ്രമണമാണ്. ഈ ഭ്രമണം ഒരു ആഘോഷദൃഷ്ടിയാണ്. ഈ ദൃഷ്ടി ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഈ ദൈവ ഒഴുക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഇനി ഒരു കാര്യം ഗൗരവമായി ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹദൃഷ്ടി ഒരു ജ്ഞാന ഒഴുക്കാണ്. ഈ ഒഴുക്ക് ഒരു ഒഴിക്കലാണ്. ഈ ഒഴിക്കൽ ഒരു ദൈവദൂതനാണ്. ഈ ദൂതൻ ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഒരു ആഘോഷദൃഷ്ടിയാണ്. ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഈ ദൈവ ഒഴുക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഇനി ഞാൻ ഈ ഘട്ടത്തിന്റെ ഒരു ഉത്കർഷഫലം ആയ ഒരു ആഘോഷദൃഷ്ടി പറയാം. ഈ ഘട്ടത്തിൽ ഒരു ആത്മദൃഷ്ടി ഒരു ദൈവദർശനം ആകും. ആ ദർശനം ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഒരു ദൈവദൂതൻ ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഒരു ആഘോഷദൃഷ്ടിയാണ്. ഒരു ജ്ഞാനമാണ്. ഈ ദൈവ ഒഴുക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഇനി ഒരു ഗ്രഹഭ്രമണ ഫലം. ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹഭ്രമണ ദൃഷ്ടി ആരംഭിക്കുകയാണ്. ഈ ദൃഷ്ടി ഒരു ജ്ഞാനഭ്രമണമാണ്. ഈ ഭ്രമണം ഒരു ദ്വൈതഫലമാണ്. ഒരു വശത്ത് ഒരു ഒഴിക്കൽ, മറ്റൊരു വശത്ത് ഒരു ഭ്രമണം. ഈ ദ്വൈതഫലം ഒരു ജ്ഞാനഭ്രമണമാണ്. ഈ ഭ്രമണം ഒരു ആഘോഷദൃഷ്ടിയാണ്. ഈ ദൃഷ്ടി ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഇനി ഞാൻ ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹദൃഷ്ടി ഫലം ആയി ഒരു ആത്മദൃഷ്ടി വിശദീകരിക്കാം. ഈ ഘട്ടത്തിൽ ഒരു ദ്വാദശഭാവ ഗ്രഹദൃഷ്ടി ഉണ്ടാകും. ഈ ദൃഷ്ടി ഒരു ഗൂഢഫലമാണ്. ഈ ഫലം ഒരു ഒഴിക്കലാണ്. ഈ ഒഴിക്കൽ ഒരു ഭൂതകാല ഭാരം ഒടുക്കും. ഈ ഒടുക്കൽ ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഈ ദൃഷ്ടി ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്. ഇനി ഒരു ഗ്രഹദൃഷ്ടി ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഈ ദൃഷ്ടി ഒരു ദൈവദർശനമാണ്. ഈ ദർശനം ഒരു ആഘോഷൊഴുക്കാണ്. ഈ ഒഴുക്ക് ഒരു ഒഴിക്കലാണ്. ഒരു ദൈവദൂതൻ ഒരു ദിശ നൽകും. ആ ദിശ ഒരു ജ്ഞാനദൃഷ്ടിയാണ്. ഒരു ആഘോഷദൃഷ്ടിയാണ്. ഒരു ജ്ഞാനമാണ്. ഇത് ഒരു ഭക്തിയാണ്. ഇതൊക്കെ ഒരു ദൈവ ഒഴുക്കാണ്.
മിഥുനം രാശിക്കാരെ, ഈ ഘട്ടം ഒരു ഉദ്ഘാടനമാണ്, ഒരു ആഘോഷമാണ്, ഒരു ദൈവദർശനമാണ്, ഒരു ഉൾജ്ഞാനമാണ്, ഒരു ഭക്തിയാണ്, ഒരു ദൈവ ഒഴുക്കാണ്. ഈ ദൈവ ഒഴുക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഒരിക്കലും, ഒരിക്കലും, ഒരിക്കലും. ഈ ഘട്ടം ഒരു ഭാഗ്യ ഉദ്ഘാടനം ആകട്ടെ. ഈ ഘട്ടം ഒരു ജ്ഞാന ഉദ്ഘാടനം ആകട്ടെ. ഈ ഘട്ടം ഒരു ദൈവ ഉദ്ഘാടനം ആകട്ടെ. ഈ ഘട്ടം ഒരു ആഘോഷ ഉദ്ഘാടനം ആകട്ടെ. ഈ ഘട്ടം ഒരു ഭക്തി ഉദ്ഘാടനം ആകട്ടെ. ദൈവ ആശീർവാദം ഉണ്ടാകട്ടെ. ജീവിതം ഒരു ആഘോഷം ആകട്ടെ.